നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ വർഷത്തെ അവസാന ഫിഫ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോൾ നവംബറിൽ ഒരു ഫിഫ റാങ്കിങ് പ്രസിദ്ധീകരിച്ചതാണ്. അതിനുശേഷം ഇന്നിതാ പുതിയ ഫിഫ റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് നവംബറിലെ ഫിഫ റാങ്കിങ്ങിന് ശേഷം പ്രധാനമായിട്ടും നടന്നത് ഫിഫ അറബ് കപ്പാണ്. അപ്പോൾ അതിലെ മത്സരങ്ങളുടെ കാര്യമൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില മേഖലകളിലും കളികൾ നടന്നിട്ടുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ അവസാനത്തെ ഫിഫ റാങ്കിങ് പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത ഫിഫ റാങ്കിങ് വരിക 2026 ജനുവരി 19-നാണ്. ഇനി ഒരു 28 ദിവസം കഴിഞ്ഞാൽ 2026 ആദ്യ ഫിഫ റാങ്കിങ് പുറത്തു വരും. ഇപ്പോൾ ആഫ്കോൺ നടക്കുന്നത് കൊണ്ട് അതിലെ പ്രകടനമൊക്കെ അതിനു വേണ്ടി പരിഗണിക്കും. ഏതായാലും ഈ വർഷത്തെ അവസാന ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ളത് സ്പെയിനാണ്. അത് അവർ 1-ാം സ്ഥാനം നിലനിർത്തുന്നു. അവരുടെ റേറ്റിംഗ് പോയിന്റ് 1877.18 ആണ്. 2-ാം സ്ഥാനത്ത് അർജന്റീന 1873.33 അവരുടെ റേറ്റിംഗ് പോയിന്റ്. 3-ാമത് ഫ്രാൻസ് 1870 റേറ്റിംഗ് പോയിന്റ്. സോ കൂടിയതിൽ ചേഞ്ച് ഒന്നുമില്ല എന്നർത്ഥം. 4 ഇംഗ്ലണ്ട്, 5 ബ്രസീൽ, 6 പോർച്ചുഗൽ, 7 നെതർലൻഡ്സ്, 8 ബെൽജിയം, 9 ജർമ്മനി, 10 ക്രൊയേഷ്യ. വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 11-ാം സ്ഥാനത്തുള്ള മൊറോക്കോ 1774 പോയിന്റുകളാണ് നേടി. എന്ന് പറഞ്ഞാൽ ക്രൊയേഷ്യയേക്കാൾ വെറും 0.5 പോയിന്റ് മാത്രമേ അവർക്ക് കുറവുള്ളൂ. 10-ാം സ്ഥാനത്തേക്ക് കയറാൻ വളരെ വളരെ ചെറിയ ഒരു കുറവേ മൊറോക്കോക്കുള്ളൂ എന്നർത്ഥം. ഏതായാലും 12-ാമത് ഇറ്റലി, 13 കൊളംബിയ, 14 USA, 15 മെക്സിക്കോ, 16 ഉറുഗ്വായ്, 17 സ്വിറ്റ്സർലൻഡ്, 18 ജപ്പാൻ, 19 സെനഗൽ, 20 ഇറാൻ. അപ്പോൾ ജപ്പാനാണ് ഏഷ്യയിൽ നിന്ന് ഏറ്റവും മുകളിലുള്ള ടീം. 18-ാം സ്ഥാനത്ത്. ഏഷ്യയിൽ നിന്ന് 2 ടീമുകളാണ് ടോപ്പ് 20-ലുള്ളത്. ഇറാൻ 20-ാം സ്ഥാനത്ത് നിൽക്കുന്നു. അതേസമയം നമ്മുടെ രാജ്യം ഇന്ത്യയുടെ ഫിഫ റാങ്കിങ് എത്രയാണ്? കഴിഞ്ഞ ഫിഫ റാങ്കിങ്ങിൽ ഉണ്ടായിരുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ബ്ലൂ ടൈഗേഴ്സ് നിൽക്കുന്നത്. 142-ാം സ്ഥാനത്താണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ റാങ്കിങ് ഉണ്ടായിരുന്നത് 124-ആണ്. 1139 പോയിന്റുമായിട്ട് നിന്ന ടീമാണ് ഇപ്പോൾ ഈ വർഷം അവസാനിക്കുമ്പോൾ 124-ൽ നിന്ന് ഏറെ താഴേക്ക് പോയി 142-ലാണ് ഇന്ത്യ ഫിനിഷ് ചെയ്യുന്നത്. 1079.52 നമ്മുടെ ഇപ്പോഴത്തെ റേറ്റിംഗ് പോയിന്റ്. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.